ഹലോ ഹായ് വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിന്റെ ഫോർത്ത് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള സിങ്കർണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്, അതായത് PCEET 402 എന്ന സബ്ജക്ട് കോഡുള്ള 4 ക്രെഡിറ്റ് ഉള്ള ഈ സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 2ന്റെ ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഇപ്പൊ നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ മൊഡ്യൂൾ 2ൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില ടോപ്പിക്സുകൾ: വീക്കർ ആൻഡ് ഇൻവെർട്ടഡ് വീക്കർ ഓഫ് സിങ്കർണസ് ജനറേറ്റർ. അപ്പൊ സിങ്കർണസ് ജനറേറ്ററിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, റെഗുലേഷൻ മുതലായുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ 1-ല്, അതിന്റെ പവർ ഫ്ലോ ഇക്വേഷൻസ്, അതിന്റെ വീക്കർ ആൻഡ് ഇൻവെർട്ടഡ് വീക്കർവ്, ടു റിയാക്ഷൻ തിയറി, ഈ വക സംഭവങ്ങളാണ് മൊഡ്യൂൾ. സിങ്കർണസ് മോട്ടോർ, ഈ വക ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 2-ലുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വീക്കർ ആൻഡ് ഇൻവെർട്ടഡ് വീക്കർവ് ഓഫ് സിങ്കർണസ് ജനറേറ്റർ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ഓഫ് അൾട്ടർനേറ്റേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. വീക്കർ ആൻഡ് ഇൻവെർട്ടഡ് വീക്കർവ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ല്. വീക്കർ ആൻഡ് ഇൻവെർട്ടഡ് വീക്കർവ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീക്കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഫീൽഡ് കറണ്ട് ഓൺ എക്സ് ആക്സിസ്, ആർമേച്ചർ കറണ്ട് ഓൺ വൈ ആക്സിസ്. വീക്കർവ് എന്ന് പറഞ്ഞാല് IF വേഴ്സസ് IA. വീക്കർവ് എന്ന് പറഞ്ഞാല് IF വേഴ്സസ് IA. ഫീൽഡ് കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്, ആർമേച്ചർ കറണ്ട് ഈസ് ഓൺ വൈ ആക്സിസ്. അത് തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് പറയുന്നത് വീക്കർവ്. ഓക്കെ, വീക്കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് ആർമേച്ചർ കറണ്ട്. അതാണ് വി ഷേപ്പുള്ള കർവ്. ഇൻവെർട്ടഡ് വീക്കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് പവർ ഫാക്ടർ. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് രണ്ട് കർവും കൂടി ഒരുമിച്ച് വരച്ചേക്കണമെന്നുള്ളൂ. വീക്കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഇൻവെർട്ടഡ് വീക്കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ട് ആൻഡ് പവർ ഫാക്ടർ. അപ്പൊ ഇതാണ് ഇൻവെർട്ടഡ് വീക്കർവ്, ഇതാണ് വീക്കർവ്, ഇതാണ് വീക്കർവ്, ഇതാണ് ഇൻവെർട്ടഡ് വീക്കർവ്. ദിസ് ഈസ് V, ദിസ് ഈസ് ഇൻവെർട്ടഡ് വീക്കർവ്. അപ്പൊ ഇൻവെർട്ടഡ് വീക്കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ട് വേഴ്സസ് പവർ ഫാക്ടർ. വി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് കറണ്ട് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. അപ്പൊ ആർമേച്ചർ കറണ്ടും പവർ ഫാക്ടറും വൈ ആക്സിസിൽ, ഫീൽഡ് കറണ്ട് ആക്സിസിൽ. അപ്പൊ ഫീൽഡ് കറണ്ട് കോമൺ ആകണ്ടോ, ഫീൽഡ് കറണ്ട് വേഴ്സസ് IA, ഫീൽഡ് കറണ്ട് വേഴ്സസ് കോസ് ഫൈ. അപ്പൊ അത് ആദ്യം നമുക്ക് വി കർവിനെ കുറിച്ച് പറയാം. ഇൻ എ സിങ്കർണസ് ജനറേറ്റർ EG is equal to V plus IRA plus JIXS. XS means synchronous reactance. V plus IRA plus JIXS is equal to V plus IRA means I active RA plus J I active XS plus ഐക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്, I ആക്റ്റീവ് ഉണ്ട്, I റിയാക്റ്റീവ് ഉണ്ട്. അപ്പൊ ഇത് ആദ്യം പഠിക്കാം. V plus IRA plus JIXS. അടുത്തത് EG is equal to V plus I എന്നുള്ളിടത്ത് I ആക്റ്റീവ് എന്ന് കൊടുക്കുക. അപ്പോ I ആക്റ്റീവ് RA പ്ലസ് JI ആക്റ്റീവ് XS പ്ലസ് I റിയാക്റ്റീവ് RA പ്ലസ് JI റിയാക്റ്റീവ് XS. V plus IRA plus JIXS. EG is equal to V plus I active RA plus JI active XS plus I reactive RA plus JI reactive XS. ഇത് ഇത്രയും വലിയ ഇക്വേഷൻ ബുദ്ധിമുട്ടി പഠിക്കണ്ടല്ലോ എന്ന് ആലോചിക്കേണ്ട. I എന്നുള്ളിടത്ത് ആദ്യം രണ്ടും I ആക്റ്റീവ് എന്ന് കൊടുക്കുക, I എന്നുള്ളിടത്ത് രണ്ടാമത് I റിയാക്റ്റീവ് എന്ന് കൊടുക്കുക. കാരണം Iക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് I കോസ് ഫൈയും, റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് I സൈൻ ഫൈയും. അതിന്റെ വെക്ടർ സം ഓർ ഫേസർ സം ആണ് I എന്ന് പറയുന്നത്. അപ്പൊ V പ്ലസ് I ആക്റ്റീവ് RA പ്ലസ് JI ആക്റ്റീവ് XS പ്ലസ് I റിയാക്റ്റീവ് RA പ്ലസ് JI റിയാക്റ്റീവ് XS. അതില് ഇതാണ് വി കർവ്, ഇതാണ് ഇൻവെർട്ടഡ് വി കർവ്. അപ്പൊ 3 തരത്തിലുള്ള എക്സൈറ്റേഷൻ ഉണ്ട് ഒരു സിങ്കർണസ് ജനറേറ്ററിൽ. അണ്ടർ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ, ഓവർ എക്സൈറ്റേഷൻ. അതായത് ഇതാണ് വി കർവ് എന്ന് പറഞ്ഞു. അപ്പൊ ആർമേച്ചർ കറണ്ട് ഏറ്റവും കുറവുള്ള ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് നോർമൽ എക്സൈറ്റേഷൻ. ഈ ഭാഗമാണ് എക്സൈറ്റേഷൻ വളരെ കുറവുള്ളതാണ് അണ്ടർ എക്സൈറ്റേഷൻ. കൂടുതലുള്ള ഭാഗമാണ് ഓവർ എക്സൈറ്റേഷൻ. അതായത് ഫീൽഡ് കറണ്ട് കുറവുള്ളത് അണ്ടർ എക്സൈറ്റേഷൻ, ഫീൽഡ് കറണ്ട് കുറവുള്ളത് കൂടുതലുള്ളത് ഓവർ എക്സൈറ്റേഷൻ. ഫീൽഡ് കറണ്ട് കൂടുതലുള്ളത് ഓവർ എക്സൈറ്റേഷൻ, കുറവുള്ളത് അണ്ടർ എക്സൈറ്റേഷൻ.
ഏറ്റവും കറണ്ട് കുറവുള്ളത്, ആർമേച്ചർ കറണ്ട് ഏറ്റവും കുറവുള്ളത്, നോർമൽ ലെവലിൽ ഫീൽഡ് കറണ്ട് ഉള്ളതാണ് നോർമൽ എക്സൈറ്റേഷൻ. അപ്പൊ നോർമൽ ഫീൽഡ് കറണ്ട് ഉള്ള സമയത്ത് ആർമേച്ചർ കറണ്ട് വളരെ കുറവായിരിക്കും. അണ്ടർ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് വളരെ കൂടുതൽ. അപ്പൊ അണ്ടർ എക്സൈറ്റേഷനിൽ എന്താ സംഭവിക്കണം നോക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കണം. 3 എക്സൈറ്റേഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ. അണ്ടർ എക്സൈറ്റേഷനിൽ ഇഫ് എന്നല്ലാട്ടോ, അത് ഐ സഫിക്സ് എഫ് ആണ്. ഈ IF ഇൻക്രീസസ്, IR ഡിക്രീസസ്. അണ്ടർ എക്സൈറ്റേഷനിൽ ഫീൽഡ് കറണ്ട് ഇങ്ങനെ കൂടി വരുമ്പോ റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഉണ്ടല്ലോ, റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഡിക്രീസ് ചെയ്യും. റിയാക്റ്റീവ് കമ്പോണന്റ് വെച്ചാൽ മോട്ടോറിന്റെ അല്ലെങ്കിൽ മെഷീന്റെ ആഭ്യന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കറണ്ട് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോ അതായത് അതാണ് റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട്. പക്ഷെ അണ്ടർ എക്സൈറ്റേഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീൽഡ് കറണ്ട് കൂടുമ്പോൾ റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് കുറയാം. അതായത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കറണ്ടിന്റെ അളവ് കുറയുക എന്ന് പറയുമ്പോൾ കോസ് ഫൈ കൂടും. ഇതാണ് പവർ ഫാക്ടറിന്റെ റിലേഷൻ. IF വേഴ്സസ് പവർ ഫാക്ടർ ആണ് ഇൻവെർട്ടഡ് വി കർവ്. അണ്ടർ എക്സൈറ്റേഷൻ നോക്കിയാൽ പവർ ഫാക്ടർ ഇങ്ങനെ കൂടി വരാം. അപ്പോൾ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ്, റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട്, മെഷീന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള കറണ്ട് കുറയുന്നു. ദെൻ പവർ ഫാക്ടർ ഇൻക്രീസസ് ഇൻ അണ്ടർ എക്സൈറ്റേഷനും. പവർ ഫാക്ടർ ഇൻക്രീസസ്. അങ്ങനെ വരുമ്പോൾ എന്താണല്ലോ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? √3 VL IL cos φ. അപ്പൊ എന്താ സംഭവിക്കണേ? പവർ ഫാക്ടർ കൂടുന്നു, വോൾട്ടേജ് ആണെങ്കിൽ ഫിക്സഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും പവർ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് IL അഥവാ കറണ്ട്, ആർമേച്ചർ കറണ്ട്, ഇവിടെ IL എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ കറണ്ട് ആണ്, ഇവിടെ ആർമേച്ചർ കറണ്ട് ആണ്. ആ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അതായത് ഇവിടെ അണ്ടർ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് കുറയും, പവർ ഫാക്ടർ കൂടും. 3 തരത്തിലുള്ള എക്സൈറ്റേഷൻ ആണെന്നോട് ഞാൻ പറയാം. അണ്ടർ എക്സൈറ്റേഷൻ വെച്ചാൽ ഫീൽഡ് കറണ്ട് വളരെ കുറവ്, നോർമൽ എക്സൈറ്റേഷൻ വെച്ചാൽ ഒരു നോർമൽ ലെവലില്, ഓവർ എക്സൈറ്റേഷൻ വെച്ചാൽ കൂടുതൽ. എന്താ നോർമൽ എക്സൈറ്റേഷൻ വെച്ചാൽ ദ എക്സൈറ്റേഷൻ മീൻസ് ഫീൽഡ് കറണ്ട്. ഏതൊരു ഫീൽഡ് കറണ്ടിൽ വെച്ചിട്ടാണോ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ ഏറ്റവും കുറവ് വരുന്നത് അതിനെയാണ് നോർമൽ എക്സൈറ്റേഷൻ. നോർമൽ എക്സൈറ്റേഷനേക്കാൾ കുറവാണ് ഫീൽഡ് കറണ്ട് എങ്കിൽ അതിനെ അണ്ടർ എക്സൈറ്റേഷൻ. നോർമൽ എക്സൈറ്റേഷനേക്കാൾ കൂടുതലാണ് ഫീൽഡ് കറണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഓവർ എക്സൈറ്റേഷൻ. അപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇൻ അണ്ടർ എക്സൈറ്റേഷൻ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ് അല്ലേ? അണ്ടർ എക്സൈറ്റേഷനിൽ ഇങ്ങനെ ഫീൽഡ് കറണ്ട് കൂടി പോവാ. ഫീൽഡ് കറണ്ട് കൂടുമ്പോൾ റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഡിക്രീസസ്. റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പവർ ഫാക്ടർ ഇൻക്രീസസ്. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആർമേച്ചർ കറണ്ട് ഡിക്രീസസ്. ഇപ്പൊ ഞാൻ അണ്ടർ എക്സൈറ്റേഷനിലെ കാര്യം പറഞ്ഞ കേട്ടോ, മനസ്സിലായ? ഇനി നോർമൽ എക്സൈറ്റേഷനിലോ? നോർമൽ എക്സൈറ്റേഷനിലെ ആർമേച്ചർ കറണ്ട് മിനിമം, പവർ ഫാക്ടർ മാക്സിമം. നോർമൽ എക്സൈറ്റേഷനിൽ ദ എക്സൈറ്റേഷൻ അറ്റ് വിച്ച് ആർമേച്ചർ കറണ്ട് ഈസ് മിനിമം, പവർ ഫാക്ടർ ഈസ് മാക്സിമം. ഇൻവെർട്ടഡ് വി കർവ് എന്ന് വെച്ചാൽ പവർ ഫാക്ടറും ഫീൽഡ് കറണ്ടും നമ്മുടെ റിലേഷനാണ്. അപ്പൊ ഫീൽഡ് കറണ്ടിൽ നോർമൽ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് മിനിമം, പവർ ഫാക്ടർ മാക്സിമം. ഇനി ഓവർ എക്സൈറ്റേഷൻ, അപ്പൊ അണ്ടർ എക്സൈറ്റേഷനിൽ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ്, റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഡിക്രീസസ്, therefore പവർ ഫാക്ടർ ഇൻക്രീസസ്. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പവർ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഫിക്സഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കറണ്ട് അഥവാ ആർമേച്ചർ കറണ്ട് കുറഞ്ഞേ തീരും. നോർമൽ എക്സൈറ്റേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നോർമൽ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് മിനിമം, പവർ ഫാക്ടർ മാക്സിമം. നോർമൽ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് മിനിമം, IA മിനിമം, പവർ ഫാക്ടർ മാക്സിമം. ഓക്കെ. EB അല്ല EG എന്നാണ് പറയട്ടെ. ജനറേറ്റഡ് EMF ആണ്, ജനറേറ്റഡ് EMF. അപ്പൊ EG is equal to V ആണ് നോർമൽ എക്സൈറ്റേഷനിൽ, EG ലെസ് ദാൻ V ആണ് അണ്ടർ എക്സൈറ്റേഷനിൽ, EG ഗ്രേറ്റർ ദാൻ V ആണ് ഓവർ എക്സൈറ്റേഷനിൽ. അണ്ടർ എക്സൈറ്റേഷനിൽ ലീഡിംഗ് പവർ ഫാക്ടർ ആണ്, നോർമൽ എക്സൈറ്റേഷനിൽ യൂണിറ്റി പവർ ഫാക്ടർ ആണ്, ഓവർ എക്സൈറ്റേഷനിൽ ലാഗിംഗ് പവർ ഫാക്ടർ ആണ്. ഇൻ ദ കേസ് ഓഫ് സിൻക്രണസ് ജനറേറ്റർ കേട്ടോ. അണ്ടർ എക്സൈറ്റേഷനിൽ ലീഡിംഗ് പവർ ഫാക്ടർ, നോർമൽ എക്സൈറ്റേഷനിൽ യൂണിറ്റി പവർ ഫാക്ടർ, ഓവർ എക്സൈറ്റേഷനിൽ ലാഗിംഗ് പവർ ഫാക്ടർ. നോർമലില് ആർമേച്ചർ കറണ്ട് മിനിമം, പവർ ഫാക്ടർ മാക്സിമം. ഓവർ എക്സൈറ്റേഷനിലാവുമ്പോ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ്. പക്ഷെ നേരത്തെ അണ്ടർ എക്സൈറ്റേഷൻ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. അണ്ടർ എക്സൈറ്റേഷനിൽ പറഞ്ഞാൽ എന്താ? റിയാക്റ്റീവ് കറണ്ട് ഡിക്രീസസ് എന്നാ പറഞ്ഞ. റിയാക്റ്റീവ് കറണ്ട് ഡിക്രീസസ്, പവർ ഫാക്ടർ ഇൻക്രീസസ്. ഓവർ എക്സൈറ്റേഷനിലാവുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. റിയാക്റ്റീവ് കറണ്ട് ഇൻക്രീസസ്, പവർ ഫാക്ടർ ഡിക്രീസസ്. അതേസമയം ആർമേച്ചർ കറണ്ട് ഇൻക്രീസസ്. അണ്ടർ എക്സൈറ്റേഷനിൽ സംഭവിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓവർ എക്സൈറ്റേഷൻ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ അണ്ടർ എക്സൈറ്റേഷൻ പഠിച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ. ഇതാണ് വി കർവ് ആൻഡ് ഇൻവെർട്ടഡ് വി കർവ്. ഒന്നുകൂടി ഞാൻ പറയാം. EG is equal to V plus IRA plus J IXS. ഇത് ഡീറ്റെയിൽഡ് ഇക്വേഷൻ എഴുതാം. V plus I active RA plus J I active XS plus I reactive RA plus J I reactive XS.
ഇനി 3 തരം എക്സൈറ്റേഷൻ, അതായത് എക്സൈറ്റേഷൻ, അണ്ടർ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ, ഓവർ എക്സൈറ്റേഷൻ. എക്സൈറ്റേഷൻ മീൻസ് ഫീൽഡ് കറണ്ട്, അതായത് ദ എക്സൈറ്റേഷൻ അറ്റ് വിച്ച് ആർമേച്ചർ കറണ്ട് ഈസ് മിനിമം ആൻഡ് പവർ ഫാക്ടർ ഈസ് മാക്സിമം ഈസ് കോൾഡ് നോർമൽ എക്സൈറ്റേഷൻ. ആർമേച്ചർ കറണ്ട് മിനിമം ആവുന്ന സമയത്ത് ഫീൽഡ് കറണ്ടിനാണ് നോർമൽ എക്സൈറ്റേഷൻ. If it is less than that normal value, it is under excitation. If it is greater than value, over excitation. Under excitation leading power factor. Normal excitation unity power factor. Over excitation lagging power factor. ആ പോയിന്റ് ക്ലിയർ ആയി. ഇനി അണ്ടർ എക്സൈറ്റേഷനിൽ ഇവിടെ ആകുമ്പോൾ ഇ ജി ഇസ് ഈക്വൽ ടു വി, ഇവിടെ ഇ ജി ലെസ് ദാൻ വി, ഇവിടെ ഇ ജി ഗ്രേറ്റർ ദാൻ വി. അടുത്ത പോയിന്റ്, പിന്നത്തെ പോയിന്റ് അണ്ടർ എക്സൈറ്റേഷൻ മാത്രം ആലോചിച്ചോളൂ. നോർമലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആർമേച്ചർ കറണ്ട് മിനിമം ആണ്, പവർ ഫാക്ടർ മാക്സിമം ആണ്. അണ്ടറിൽ പറയാ, അതിന്റെ ഓപ്പോസിറ്റ് ഓവറിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പവർ ഫാക്ടറിന്റെ കാര്യം പറയാം, നോർമൽ എക്സൈറ്റേഷനിൽ ആർമേച്ചർ കറണ്ട് മിനിമം, പവർ ഫാക്ടർ മാക്സിമം എന്നും പറയാം. അതിനേക്കാൾ കുറവ് എക്സൈറ്റേഷൻ ആകുമ്പോൾ അണ്ടർന്നും, അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റേഷൻ ആകുമ്പോൾ ഓവർന്നും. അണ്ടർ എക്സൈറ്റേഷൻ ലീഡിംഗ് പവർ ഫാക്ടർ എന്നും, ഓവർ എക്സൈറ്റേഷൻ ലാഗിംഗ് എന്ന് പറയാം. അണ്ടർ എക്സൈറ്റേഷനിൽ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ്, റിയാക്റ്റീവ് കറണ്ട് ഡിക്രീസസ്, പവർ ഫാക്ടർ ഇൻക്രീസസ്, ആർമേച്ചർ കറണ്ട് ഡിക്രീസസ്. ഓവറിൽ ഈ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇൻ ഓവർ എക്സൈറ്റേഷൻ ഫീൽഡ് കറണ്ട് ഇൻക്രീസസ്, IR ഇൻക്രീസസ്, therefore പവർ ഫാക്ടർ ഡിക്രീസസ്, ആർമേച്ചർ കറണ്ട് ഇൻക്രീസസ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ 3 എക്സൈറ്റേഷൻ, 3 ഡിഫറെന്റ് പവർ ഫാക്ടറുകൾ, കണ്ടീഷൻ ഇ ജി ലെസ് ദാൻ വി, ഇ ജി ഇസ് ഈക്വൽ ടു വി, ഇ ജി ഗ്രേറ്റർ ദാൻ വി. ഇതാണ് പറയുന്നത്. IR ഡിക്രീസസ്, IA ഡിക്രീസസ്, പവർ ഫാക്ടർ ഇൻക്രീസസ്. മറ്റേ IR ഇൻക്രീസസ്, IA ഇൻക്രീസസ്, പവർ ഫാക്ടർ ഡിക്രീസസ്. ഇവിടെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഓവർ എക്സൈറ്റേഷനിൽ പറയേണ്ടത്. നോർമൽ എക്സൈറ്റേഷൻ ആകുമ്പോൾ ആർമേച്ചർ കറണ്ട് മിനിമം ആൻഡ് പവർ ഫാക്ടർ ഈസ് മാക്സിമം. ഇതാണ് വീക്കർ വാൻഡ് ഇൻവെർട്ടഡ് വീക്കർ ഓഫ് സിങ്ക്രണസ് ജനറേറ്റർ. അപ്പൊ ഈ ഇക്വേഷനോടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. 3 എക്സൈറ്റേഷൻ ഉണ്ട്, 3 ഡിഫറെന്റ് പവർ ഫാക്ടർ ആണ്, 3ന്റെയും കണ്ടീഷൻ വേറെയാണ്. 3 കാര്യങ്ങളും 3 തരത്തിലാണ് സംഭവിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. ഇത് ജനറേറ്ററിന്റെ വീക്കർ വാൻഡ് ഇൻവെർട്ടഡ് വീക്കർ ആണ്. ഇതേ ടോപ്പിക്ക് തന്നെ വീക്കർ വാൻഡ് ഇൻവെർട്ടഡ് വീക്കർ ഓഫ് മോട്ടറും ഉണ്ട്. അതിൽ സ്വല്പം വ്യത്യാസമുണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇപ്പൊ ഞാൻ എടുത്തത് വീക്കർ വാൻഡ് ഇൻവെർട്ടഡ് വീക്കർ ഓഫ് സിങ്ക്രണസ് ജനറേറ്റർ. ഇതേ മൊഡ്യൂളിൽ തന്നെ വീക്കർ വാൻഡ് ഇൻവെർട്ടഡ് വീക്കർ ഓഫ് സിങ്ക്രണസ് മോട്ടർ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ ഇതുപോലുള്ള സെഷനുകളായിട്ട് വീണ്ടും വരാം. താങ്ക് യു.